നമസ്കാരം. യൂറോ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം. പ്രാർത്ഥനയും ഭക്തിനിർഭരമായ പ്രദക്ഷിണവും സ്നേഹവിരുന്നും കൊണ്ട് അനുഗ്രഹീതമായിരുന്നു മാർ തോമാസ് ശ്ലീഹായുടെയും അൽഫോൻസാമ്മയുടെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷം. ജൂൺ 28-ന് ഗ്രേറ്റ് ബ്രിട്ടൻ സിറോ മലബാർ രൂപതയുടെ ഫിനാൻസ് ഓഫീസർ റവറൻഡ് ഫാദർ ജോസഫ് മൂലേച്ചേരിയും ഇടവക വികാരി റവറൻഡ് ഫാദർ ജോർജ് എട്ടുപറയിലും ചേർന്ന് കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചതോടെയാണ് ഈ വർഷത്തെ തിരുനാൾ ആഘോഷങ്ങൾക്ക് തുടക്കമായത്. തുടർന്ന് എല്ലാ ദിവസവും യാമപ്രാർത്ഥന, വിശുദ്ധ കുർബാന, നൊവേന എന്നിവ ഭക്തിപൂർവ്വം ക്രമീകരിച്ചിരുന്നു. മാതാവിന്റെ തിരുസ്വരൂപം പ്രാർത്ഥനാപൂർവ്വം പ്രതിഷ്ഠിക്കപ്പെട്ടപ്പോൾ ദേവാലയാങ്കണം മുഴുവൻ ദൈവസാന്നിധ്യത്തിന്റെ അനുഭവത്താൽ നിറഞ്ഞു. റവറൻഡ് ഫാദർ ജോസ് അഞ്ചാനിക്കലിന്റെ മുഖ്യ കാർമ്മികത്വത്തിലും റവറൻഡ് ഫാദർ ജോർജ് എട്ടുപറയലിന്റെ സഹകാർമ്മികത്വത്തിലും ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയും ലതീഞ്ഞും നടന്നു. സമാപന പ്രാർത്ഥനയുടെയും ആശീർവാദത്തിന്റെയും ശേഷം കഴുന്ന്, നേർച്ച, സ്നേഹവിരുന്ന്, ലഘുഭക്ഷണം എന്നിവയും നടന്നു. ഇടവക വികാരി റവറൻഡ് ഫാദർ ജോർജ് എട്ടുപറയലിന്റെ നേതൃത്വത്തിൽ ജനറൽ കൺവീനർ അനൂപ് ജേക്കബിന്റെയും ജോയിന്റ് കൺവീനർമാരായ ജിയോ ടോം റാത്തപ്പള്ളി, ജോസ് ജോൺ എന്നിവരുടെയും സമർപ്പിതമായ ഏകോപനവും കൈക്കാരന്മാരായ സോണി ജോൺ, സജി ജോസഫ്, ഫെനിഷ് വിൽസൺ എന്നിവരുടെ നേതൃത്വവും ആഘോഷങ്ങൾ മികച്ചതാക്കി. കൊടിമരത്തിൽ നിന്ന് തിരുനാൾ കൊടി ആദരപൂർവ്വം ഇറക്കിയതോടെ ദിവസങ്ങളോളം നീണ്ടുനിന്ന ഭക്തിനിർഭരമായ തിരുനാൾ തിരുക്കർമ്മങ്ങൾക്ക് ഔപചാരികമായ സമാപനമായി.